कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्धिकम्. ഹലോ കോഴി ആടാ പറയടാ. എവിടെ? എടാ ഞാൻ സ്പോട്ടിലുണ്ട്. എടാ ദുരന്തങ്ങളുണ്ട് അവിടെ? എടാ ഇവിടെ ഒന്നും ആരുമില്ല, വേഗം വാ. ആണ് ഞാനത് വരുന്നു. എടാ എന്താണ് ബീറടിക്കല്ലേ? സെറ്റല്ലേ? ആളിയാ ആടാ എന്താണ് കുറെ നേരം വന്നിട്ട്? കുറെ നാളായിട്ട് പെണ്ണിൻ്റെ പുറകെ നടക്കുക, ഒന്നും സെറ്റാവുന്നില്ല. പാവോടാ. വരും, അവനും ഒരു ടൈം വരും. ഇവനാ ഈ പൊട്ടനാ? ചുമ്മാ ഇരിക്കടാ. നീ എന്തിനാ വെറുതെ എപ്പോഴും അവനെ കളിയാക്കണേ? ചുമ്മാ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താടാ എപ്പോഴും ഇങ്ങനെ? എടാ ഇവിടെ കൊച്ചു പിള്ളേർക്കുണ്ടാടാ ലൈൻ, നിനക്കറിയോ അത്? പൊട്ടൻ. അല്ലെങ്കിൽ പറ്റാത്ത പണിക്ക് പോകരുത്, മനസ്സിലായോ? പറ്റാത്ത പണിക്ക് പോകരുത്. അല്ലാതെ ഇങ്ങനെ മൂഞ്ചി തെറ്റി എന്നെ കൊണ്ട് ഇപ്പം പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അയ്യേ, അതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാടാ. ഇതാ നോക്കടാ, അലീന അവനെ ഫോളോ ചെയ്തേക്കുന്നേ. ഇവനെയാ? ഏയ്, ചിലപ്പോൾ അവൻ തന്നെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയതായിരിക്കും. എടാ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല, പോടാ. ഈ പൊട്ടനെയൊക്കെ അവള് ഫോളോ ചെയ്യോ? എങ്ങനെയാടാ അത്? എടാ നിജേഷേ, ഞാൻ ഇത് കേൾക്കാനാണോ വന്നത്? നീ ഒറ്റൊരുത്തം വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നത് ഈ ദുരന്തത്തിൻ്റെയൊക്കെ വർത്തമാനം കേൾക്കാനാണോ? ഞാൻ ആരെന്ന് കാണിച്ചു തരാം. കാണിക്കട്ടെടാ. നിക്കടാ. ഹായ് മുത്തേ, എന്താടി ചക്കരേ? സുഖമല്ലേ? വളരെ സുഖം. വീഡിയോ കോൾ ചെയ്യട്ടെ സേട്ടാ? ഓക്കെ ഓക്കെ ഓക്കെടാ മോനു, വിളിച്ചോ. ഹായ്, ഞാൻ തന്നെയാണ്, ഇതും ഞാൻ തന്നെയാണ്. അറ്റൻഡ് ചെയ്യുന്നു, നമ്മൾ വീഡിയോ കോൾ ചെയ്യുന്നു. നിങ്ങൾ സംസാരിക്കേ. കൊച്ചു കള്ളി, എനിക്ക് വയ്യ, നാളെ പൊളിക്കഞ്ഞ്. എടാ ഇതിനകത്തൊരു മീനെടാ. മീനാ? അയക്കില്ല, തവള അയക്കണം. ഒരു ചൂണ്ട സെറ്റ് ചെയ്ത് നമുക്ക് ഇട്ടാലോ? ദുരന്തമേ, ഇന്ന് ഞാൻ കാണിച്ചു തരണം നിനക്ക്. ചെക്കൻ വന്നല്ലോ. മീനാ? തവള തവള. എന്താ അത്? എന്താ പരിപാടി? എന്നിട്ട് കണ്ണൊക്കെ കടത്തിരിക്കണേ. ഏയ് ഫുള്ള് വീഡിയോ കോളാണ്. വീഡിയോ കോള് അലീന. കള്ള ഇടയിൽ ഇതൊക്കെ ഇവിടെ വരെ ഒപ്പിച്ചതൊക്കെ അറിഞ്ഞില്ല ആന്ന്. ഞങ്ങൾ ഈ രാത്രി നേരത്താണ് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് ആകെ 2 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ തന്നെ. നീ കാണേണ്ടത് വല്ലത് എങ്ങനെയാണല്ലോ അതൊക്കെ? ഓരോ ഉടായ്പ കേസുകളും കൊണ്ട്. എടാ ഇവന്റെ ഒക്കെ പുച്ഛം കേൾക്കാനല്ലേ ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ പലപ്പോഴും, ഞാൻ ഇന്നലത്തെ അർജുനല്ലേട്ടാ, ഞാൻ പോണു. ദുരന്തത്തിനും കൊണ്ട് എത്ര എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാ ഞാൻ ഇത് ഉണ്ടാക്കി. ഞാൻ പുച്ഛിക്ക് ചോരയിൽ തന്നെ ഉള്ളതാ. ഹലോ, നിക്ക് നിക്ക് നിക്ക്, വരട്ടെ വരട്ടെ വരട്ടെ. ആ നീയായിരുന്നാ? എന്റെ കാലം എന്താ പരിപാടി? എന്ത് പരിപാടി? നമ്മക്കൊക്കെ എന്ത് പരിപാടി? നിങ്ങൾക്കൊക്കെ അല്ലേ പരിപാടി? അലീനയുടെ വീട്ടില് സീനാണല്ലോ. എന്ത് സീന്? ഓ ഇനി കല്യാണൊക്കെ ആവൂലേ? നമ്മളൊക്കെ വിളിക്ക കൊച്ചു കള്ളൻ. നടക്കട്ടെ നടക്കട്ടെ. എന്ത് സീനടാ? അതൊക്കെ റെഡിയാവും, മനസ്സിലാവും. ഓ ഇന്ന് 2 പിഴപ്പ് പറയാൻ പറ്റിയല്ലോ, സമാധാനായി.
നിജേഷാണെന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലും. അയ്യോ, നാട്ടുകാരും വീട്ടുകാരും മുമ്പിൽ എൻ്റെ മാനം പോവും. ഓ, ഏത് നേരത്താണാവോ എനിക്ക് സാധനങ്ങളൊക്കെ ഐഡിയ വാങ്ങിയോ? തോന്നിയത്. എടാ ഈശ്വരൻ, നീ അറിഞ്ഞാ കല്യാൺ സിൽസിൽ ആടി സെയില് ഒരെണ്ണം വാങ്ങി ഒന്ന് ഫ്രീ. അലീനിന്റെ പുതിയ റീലി കൊള്ളാടാ, ഈ ഓഫർ കൊള്ളാം. കൊള്ളാലോ. അയ്യോ, എന്റെ അമ്മ വേണ്ട, നീ സംസാരിക്കണം, ഞാൻ സംസാരിച്ചോളാം. എന്താണ് എന്താ സംഭവം? എടി, ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നാറ്റിക്കരുത്. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സോറി. എന്ത് എല്ലാം നീ നശിപ്പിച്ചില്ലേ? എന്റെ കല്യാണം വരെ നീ മുടക്കി. എടി, എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ് ഇപ്പോൾ പോ. അതൊക്കെ ശരി, നാളെ എന്നെ ഓഫീസിൽ കൊണ്ടാക്കണം, എന്നെ വീട്ടിൽ കൊണ്ടാക്കണം. അതാണ് നിനക്ക് തരുന്ന പണിഷ്മെന്റ്. എടി, ഞാൻ എന്തിനാടി? ഇതിപ്പോൾ ഇത്ര വലിയ തെറ്റൊന്നുമല്ലല്ലോ. ചെയ്യണം, അതാണ് നിനക്കുള്ള പണിഷ്മെന്റ്. നോ എക്സ്ക്യൂസ്. ഞാൻ പോവുക. അർജു സാറേ, ഒന്ന് തുടക്കടോ. എടി, നീ ഓ, എണീറ്റോ? പെട്ടെന്ന് റെഡിയാക്കി, എനിക്ക് ഓഫീസിൽ പോകണം. ഒന്നും പറയാൻ നിൽക്കണ്ട, ഒന്ന് റെഡി ആയിക്കേ. എടി, ഒന്ന് പതുക്കെ പറയടി, അമ്മയുണ്ടടി. സംസാരിക്കാൻ സമയമില്ല, വേഗം പോയിട്ട് വാ. ഇവൻ എന്തേ നോക്കിക്കൊണ്ട് നിൽക്കണേ? ശരി, ഞാൻ വരാം, നീ അവിടെ പോയി നിൽക്ക്. 10 മിനിറ്റ് സമയം തരും, ഓക്കേ, വേഗം റെഡിയാ. ശരി ശരി, പോ. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കൂട്ടിട്ട് അവൻ്റെ ഒരു ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്, എൻ്റെ അച്ഛൻ്റെയാണ്. ചിലക്കാതെ വണ്ടി കയറി. ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്കേ. എടാ, ഫുള്ള് വാങ്ങിയാൽ എനിക്ക് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. എടാ, നിനക്ക് എന്താ? അവൻ കോഴിയാടാ, തനി കോഴി. ഇങ്ങോട്ട് വന്നേ. ഇവനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്ന എന്റെ പണി. എടി, ഒന്ന് നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ തന്നെയല്ലേ ഇത്രയും കാലം സംസാരിക്കാറുള്ളത്. ഞാൻ അങ്ങോട്ട് നീ തന്നെ സംസാരിച്ചാൽ മതി. ഓ, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, നിങ്ങൾ തമ്മിൽ എങ്ങനെ ബ്രേക്കപ്പ് ആയത്? എന്തായിരുന്നു പ്രശ്നം? എല്ലാവർക്കും 32 പല്ലുണ്ടല്ലോ, എനിക്ക് 30 പല്ലേ. ബാക്കി 2 അവിടെ അതവൻ അടിച്ചു കളഞ്ഞു. ബാ, എനിക്ക് പോകാം. നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടേക്ക്? അവൻ്റെ അടുത്തേക്ക്. എടാ അർജുനെ, വേണ്ടടാ, വിട്ടേക്ക്. ആരാ? വിമൽ കുമാറല്ലേ? യെസ്, വിമൽ കുമാറാണ്. നീ എന്തിനാ ഇപ്പൊ ചാടിക്കയറി അടിക്കാൻ പോയെ? ഞാൻ പറഞ്ഞു നിന്നോട് അടിക്കാൻ. ഇന്ന് നിർത്തിക്കോ നിന്റെ ഈ പൊട്ടം കളി. ഞാനെന്താ നിന്റെ അടിമയാ? കൂട്ടുകാർക്ക് ഇടയിലാണെങ്കിലും ഫാമിലിന്റെ ഇടയിലാണെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ല. നീ ഒരൊറ്റൊരുത്തി കാരണം ഇന്നിവിടെ വെച്ച് എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്തു. നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നിർത്തിക്കോ, ഇതിവിടെ വെച്ച് നിർത്തിക്കോ. ശരി, ഞാൻ പോവാ. ആ വെക്കോ, ആ നല്ലത്. എടാ വിമൽ കുമാറെ, എന്തിനാണോ ഇവിടെ അടിച്ചാ പോരായിരുന്നോ? അടിച്ചേ. എടാ, ഒരു പെൺകുട്ടീനെ തല്ലിയിട്ടാണ് ആണത്തം കാണിക്കണേ. ഏത് പെൺകുട്ടി? അലീന. അലീനയോ? ഏതലീന? എടാ പൊട്ടാ, നിന്റെ
ലവർ. ആ അതെന്റെ ആന്റിയുടെ മോളാടാ. അവളെ ഞാൻ ഡെയിലി ഓഫീസിൽ കൊണ്ടാക്കും. അവളെനിക്ക് പപ്സും ചായയും വാങ്ങിത്തരും. 100 രൂപ ടിപ്പും തരും. നിനക്കവള് പണി തരൂടാ, ഉറപ്പാ. അവള് നിനക്കിട്ട് പണിയും. അതിന് ഞാനും അവളും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. എടാ മണ്ട, നിനക്ക് മനസ്സിലായില്ലേ? അവക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാടാ. ഒന്ന് ഫോൺ എടുക്കടി. ഇപ്പോഴത് എവിടെ പോട്ടെ, ഞാൻ ചെയ്തൊരബദ്ധം. ഇവളെന്താ ഈ ഫോൺ എടുക്കാത്ത? നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? ഓ വന്നോ? നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ നിന്നെ കുറെ ഫോൺ ചെയ്തല്ലോ, നീ എന്താ ഫോൺ എടുക്കാത്ത? നമ്മളെല്ലാം പറഞ്ഞു നിർത്തിയതല്ലേ, ഇപ്പം എന്തിനാ വീണ്ടും വന്നത്? ഞാൻ ഇന്നലെ വിമൽകുമാറിനെ കണ്ടിരുന്നു. അതിന്? അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കുറെ വൈകിപ്പോയി, നീ മനസ്സിലാക്ക. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ട്യൂബ്ലൈറ്റാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് വൈകി. ഇത് ഞാൻ കുറച്ച് വൈകിപ്പോയി. എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ പൊതുവെ പെമ്പിള്ളേരായിട്ട് നിങ്ങളാവാനൊക്കെ പാടാണ്, ബാക്കി എല്ലാ കാര്യത്തിനും പോലും. മനസ്സിലായി. അല്ല, നീ എന്നെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 10 ദിവസമല്ലേ ആവുള്ളൂ? ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? അതെന്തായാലും മോശമായി പോയി. എന്ത്? എനിക്ക് പ്രത്യേകിച്ച് ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഞാൻ സിനിമയുടെ ഓഡീഷനൊക്കെ ആയിട്ട് പോകാറാണ് പണി. അതിപ്പോ ഓഡീഷൻ കല്യാണം കഴിഞ്ഞിട്ടും ആവാലോ. ഓ, കല്യാണം വരെയൊക്കെ. പിന്നെ പ്രേമിച്ച കല്യാണം കഴിക്കണ്ടേ?